ഹായ് ഗൈസ്, ട്രാവലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ ഫ്രണ്ടിലെ ടോപ്പിലാണ്. നമ്മളെ റൂമിന്റെ അടുത്ത്. അപ്പോൾ അതിന്റെ ഫ്രണ്ടിലൊക്കെ അതായത് മെയിൻ ബസ് സ്റ്റാൻഡ് അതിന് തൊട്ടിപ്പുറത്താണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് എവിടെ പോകണമെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം. പിന്നെ ഇറങ്ങണം, എവിടെ പോകണം നോക്കാം. എവിടെയെങ്കിലും പോയാൽ അതിന് ക്യാപ്ഷൻ എടുക്കാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ദ വീഡിയോ. നമ്മളിങ്ങനെ കഴിക്കാൻ വന്നിരിക്കുന്നു. അജിത്തിനാണ് ഓർഡർ ചെയ്തത്. നല്ല നീറ്റാണ് അജിത്തിൻ്റെ ഇടയിൽ മസാല ദോശ. അജിത്തിന്റെ ഫുഡ് എവിടെ? രാവിലെ ഇഡലി നല്ല സോഫ്റ്റ് ആയ ഇഡ്ഡലിയാണ്. നമ്മുടെ മസാല ദോശ ഇവിടെ വന്നിട്ടുണ്ട്. മസാല ദോശ പൊളി പൊളി. വേണ്ട സാമ്പാർ. നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ചു. ഫുഡ് അടിപൊളിയാണ്. കറക്റ്റ് റേറ്റിന് തൊട്ട് നമ്മൾ പൂരി അങ്ങനെ കുറേ കഴിച്ചു. ഇനി നമ്മൾ നേരെ മണ്ടല്ലൂരിൽ പോകുന്നതാണ് പ്ലാൻ ചെയ്തത്. പോയിട്ട് നോക്കാം. നമ്മൾ മാർക്കറ്റിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. മാർക്കറ്റ് താമ്പരം മാർക്കറ്റിനാണ്. താമ്പരം ബസ് സ്റ്റാൻഡ് അവിടെ ഫ്രണ്ടിലെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഭയങ്കര തിരക്കില്ല. മുന്നോ ഓല ഊബർ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബസ്സിൽ കയറി നേരെ മണ്ടല്ലൂർ കൂടെയാണ്. സ്കൂളിൻ്റെ ഫ്രണ്ടിലെ റെക്കോർഡ് നോക്കാം. അപ്പോൾ പോയിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം. ലൈക്ക് അടിച്ചില്ല, ലൈക്ക് അടിക്കണം. ലോക്കൽ പൊടിയാണ് പൊടി. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന ലോക്കൽ ശ്രദ്ധിക്കാറുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. വേറെ ഒന്നും വേണ്ട. കയ്യിൽ ഗൂഗിൾ എടുത്തിട്ട് തല അടിച്ചു കൊടുത്താൽ എനിക്ക് ട്രെയിനിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതെല്ലാം ബസ് പോകണം, ഏതെല്ലാം ട്രെയിൻ പോകണമെന്ന് അത് ക്ലിയറാൻ പറഞ്ഞു. മെട്രോ ഉണ്ടെങ്കിൽ മെട്രോ അതെല്ലാം കാണിച്ചു. പൊളിയാണ് ചെന്നൈ. പൊളി. ചെന്നൈ സോ ഹാർഡ്. അപ്പോൾ നമ്മൾ വണ്ടലൂർ സൂവിൻ്റെ ഫ്രണ്ടിലെത്തി. എന്തോ പറഞ്ഞ കാശ് നമുക്ക് അകത്ത് പോവാം. നമ്മൾ വണ്ടലൂർ സൂവിൻ്റെ അകത്തൊന്ന് ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. പൊളി പൊളി. എൻട്രിയുടെ ഫീസ് എടുക്കേണ്ടത് ഇവിടെയാണ്. ടിക്കറ്റ് എടുക്കണ്ടേ? ടിക്കറ്റ് എടുക്കണ്ടേ? നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തൊന്നു സാനിറ്റൈസർ. മതി. നല്ലതാണ്. ഫ്രണ്ട്സ്, നമുക്ക് വന്ന് ഒരാൾക്ക് 35 രൂപ. ഇല്ല, ഒരാൾക്ക് 90 രൂപ ആയിട്ട് 2 പേർക്ക് 180 രൂപയും ക്യാമറയ്ക്ക് 250 രൂപയാണ് ചാർജ്. മൊത്തത്തിൽ 430 രൂപ. അപ്പോൾ നമുക്കിനി വണ്ടലൂർ സൂ കാണാം. ഇതിന്റെ എങ്ങോട്ടാണ് പോവേണ്ടത്? അവിടെ ഒരു സിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ സിങ്ക് അല്ല, ഒറിജിനൽ സിങ്ക് കാണിക്കാം. യെസ്, സിൽവർക്കിൾ പാർക്ക്. ചെറിയ കൊച്ചുപിള്ളേർക്കുള്ള പാർക്കൊക്കെ വെച്ചിരിക്കുന്നത് ക്ലോസ്ഡ് ആണ്.
ഇതാ മരത്തിൽ ചാടണണ്ട. മരത്തിലൊക്കെ ഇരുന്ന് ചാടുന്ന ഓരോ. ഞാൻ സൂമിങ്ങിലാണ് ഇട്ടിരിക്കണേ. അപ്പോൾ ഇങ്ങനെ ക്ലാരിറ്റിന്ന് ഒരു പിടുത്തമില്ല. പക്ഷെ അവര് എല്ലാം മരത്തിൽ ഇരിക്കുകയാണ്. അതാണ് നമ്മളെ ദേശീയ പക്ഷി കണ്ടില്ലേ, മയില്. അവിടെ കൂട്ടായിട്ടിരിക്കുകയാണ്. അതാ പുറത്തിറങ്ങി. നമ്മളെ സമയം കൊള്ളാം. അടിപൊളി. 2 പേരാണ്. 2 ചിമ്പാൻസി. ചെറുതാണ്, കുട്ടികളാണ്. പ്ലീസ് മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസ് 6 to 2 meters. ചിമ്പാൻസിയാണ് മനിതക്കുരങ്ങ്. അതാ വന്ന് ഇങ്ങോട്ട് വരുമോ? ആവശ്യം. ഇതിന്റെ പേരാണ് ലയൺ ടെയിൽ മങ്കി. അതായത് നമ്മളെ ചിങ്കത്തിന്റെ വാല് പോലെയാണ് ഇതിന്റെ വാല്. അപ്പം ലയൺ ടെയിൽ മങ്കിയാണ് ഇതിന്റെ പേര്. ഇത് കഴിക്കുന്നതെന്ന് വെച്ചാൽ അതായത് ഫ്രൂട്ട്സും ലീഫും പിന്നെ സീഡ്സ് ഇത്രേ ഇത് കഴിക്കാറുള്ളൂ. കണ്ടില്ലേ, ലയൺ ടെയിൽ മങ്കി. ഗൈസ് മാപ്പ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഫസ്റ്റ് എങ്ങോട്ട് പോകാമെന്ന് ഒന്ന് തീരുമാനിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് നോക്കട്ടെ. ഒരാൾ വരണം. ഇവിടെ വരെയാണ്. ഇത് സാധാരണ കുരങ്ങല്ല, അല്ല, ടഫ്റ്റഡ് കാപ്പുച്ചിൻ. ടഫ്റ്റഡ് കാപ്പുച്ചിൻ അതാണ് ഇതിന്റെ പേര്. അതായത് തമിഴിൽ പറഞ്ഞ അടർ ചുരുട്ടൈവാൽ മങ്കി. ചുരുട്ടുവാൽ മങ്ങിയാണ്. അതായത് അതിന്റെ വാല് ഇതാണ്ട് ചുരുണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തമിഴിലായ മലയാളത്തിൽ അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാമോ? ടഫ്റ്റഡ് കാപ്പുച്ചിൻ ഇംഗ്ലീഷില്. കാൻഡി നമ്മളൊന്നും ഇവിടെ നിന്ന് കഴിക്കുന്നില്ല. അപ്പൊ നമുക്കിനി പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. അപ്പം ഒന്നും വേണ്ട, നമ്മൾ രാവിലെ കാപ്പി കുടിച്ചേ ഉള്ളൂ. അടുത്ത് സീബ്രയുടെ അടുത്തെത്തി. സീബ്ര വരിക്കുതിര അങ്ങ് ദൂരെയാണ് നിൽക്കുന്നത്. നമുക്ക് അപ്പൊ എന്ത് ചെയ്യണം? കണ്ടില്ലേ, സൂം ചെയ്താണ് കണ്ടല്ലോ. എല്ലാം മിതത്തിന് 1, 2 ഉള്ള ഇതേ ഉള്ളൂ എല്ലാം. ഇപ്പൊ ഇവിടെ ഒരെണ്ണം തന്നെ നിൽക്കുന്നു. വേറെ കാണും. ശരി, അപ്പൊ നമുക്ക് നീ അടുത്തിലിട്ടോ. നമ്മളിതാ വന്ന് ഓസ്ട്രിച്ചിന്റെ അടുത്ത് കഴുത്ത് പോക്കണ താന്നിട്ട് കഴുത്ത് പോക്കണം. ക്യാമലിനെ കാണുമ്പോഴത്തെ ഒരു ഫീലാണ്. എന്റെ അടുത്ത് തന്നെ മയില് തൊട്ടടുത്ത്. പക്ഷെ അങ്ങ് വലുതൊക്കെ അങ്ങ് അകത്ത് നിൽക്കാണ്. ഇതിന്ന് നല്ല വലുത്. അതിന്റെ അടുത്ത് തന്നെ മയിലൊക്കെ നിപ്പുണ്ട്. മയിലിത് അവിടെ അങ്ങ് നിൽക്കാം. അതുപോലെ ഇവിടെ വെളിയിൽ വരണം നിന്ന്. പക്ഷെ അതങ്ങോട്ട് പോയി. ഇതിന്റെ അകത്ത് നമ്മൾ സൂല് പ്ലാസ്റ്റിക് കൊണ്ടുവന്ന ഫൈൻ ഉണ്ട്. അപ്പൊ ആരും പ്ലാസ്റ്റിക് കൊണ്ടുവരല്ലേ, എന്ന് വെച്ചാൽ അവർ നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഗൈസ് ഇതാണ്ടല്ലേ മങ്കീസ്. അവര് മൊത്തത്തിൽ ഫാമിലി ആയിട്ടിരിക്കുകയാണ്. നമ്മളിത് അങ്ങനെ നടന്നു വരുമ്പം ഇവിടെ എന്തോന്നാണ് നോക്കാം. സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് കയറി നോക്കാൻ. അപ്പം എന്തെങ്കിലും കാണും. എന്തോ എഴുതിയിട്ടുണ്ട്, നീറിയാനെ ഹിപ്പോപ്പൊട്ടാമസ്. അതിന് കാണണം. ഈ വെള്ളത്തിന്റെ കാണണം. അത് നോക്കാം. ആശാനെ കാണാനില്ലല്ലോ. ഇവിടെ പോയി അല്ല, അപ്പൊ അവർ തുറന്നു വിട്ടിട്ടില്ല. ഇപ്പൊ തന്നെ എല്ലാം ഓപ്പൺ ആവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗൈസ്, ഇതൊന്ന് ആ ഹിപ്പോപ്പൊട്ടാമസിന്റെ ആ കുളത്തിലുള്ള വെള്ളം അവരടിച്ച് കളയാണ്. അത് അടുത്ത് പുതിയതായിട്ട് ഫില്ല് ചെയ്യും. നല്ലതാണ്, കാരണം അതിന് ഇൻഫെക്ഷൻ ഒന്നും അതില്ലാതെ പിന്നെ മരങ്ങൾക്കെല്ലാം വെള്ളം നല്ല വരമാണ്. ശരി, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഇതിലോട്ട് പോവാം. ഇതാ ഹിപ്പോപ്പൊട്ടാമസ് ഇതാ അവിടെ നിൽപ്പുണ്ട്. കുറച്ചുകൂടെ സൂം ചെയ്യാൻ പറ്റുമോ നോക്കാം. സൂം ചെയ്ത്, പക്ഷേ കൂടുതൽ ബ്ലറാവുകയാണ്. എല്ലാവരും അകത്ത് നിൽക്കുകയാണ് രാവിലെ ആയതുകൊണ്ട്. ഇനി കുറച്ചു നേരം കഴിഞ്ഞ് തന്നെ തുറന്നു കൊടുക്കും. നടന്നേനാണ്ട എല്ലാം സൂം ചെയ്തതിനെ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും കിട്ടുന്നില്ല അല്ലേ. അടുത്തൊന്നും വരില്ല. സമയമാകുമ്പം ഈ ആളുകളൊക്കെ വരുമ്പം തന്നെ എല്ലാം അടുത്തോട്ട് വരും. ഇപ്പൊ നമ്മൾ രാവിലെ വന്നതുകൊണ്ട് തുറന്നിട്ടില്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഗൈസ്, നമ്മളിതാ കാട്ടുപന്നിയുടെ അടുത്തെത്തി. കാട്ടുപന്നി കാണാൻ പറ്റും. അവിടെ കിടക്കണല്ലോ, കൂട്ടമായിട്ട് കിടക്കുകയാണ്. ഞാൻ കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. അതെ, ഇങ്ങനെ കറങ്ങി പോകുന്ന, അല്ലാതെ അടുത്തെന്ന് വെച്ചാൽ പറ്റില്ല. എല്ലാം രാവിലെ ഉറക്കം കഴിച്ചണ്ട. നമ്മളെ ഈ ഫോണിൽ സൂം ചെയ്തെടുക്കണ ക്വാളിറ്റി കൂടുതലും കിട്ടൂല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം.
പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതാണ് പന്നി നിൽക്കുന്നു എല്ലാം ഉറക്കാം. അത് പന്നിയല്ലല്ലോ അത്. പാടത്തേലോട്ട് പോകാം. ഇനി ക്രോക്കഡൈൽസ് ആൻഡ് സ്നേക്ക് പാർക്ക്. ഫ്ലൈറ്റ് പോകുന്നു. അതാ പോകുന്നുണ്ടാ. അടുത്ത് ചെന്നൈ എയർപോർട്ടാണ്. അപ്പോൾ നോക്കിനി സ്നേക്ക് പാർക്ക്. ക്രോക്കഡൈൽ കിടക്കുന്നുണ്ടാ. ഇതാ കിടക്കുന്നു. ഇതാ ഫ്രണ്ട് വരെ കിടക്കുന്നു. ഒരു സൈലന്റ് ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ചാടി ഒരു വരുന്നു ആലോചിച്ചോക്ക്. എന്തൊരു സാധനമാണ്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ക്രോക്കഡൈൽ അനങ്ങുന്നുണ്ടാ. അനങ്ങി അങ്ങനെ പോയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിറയെ പേർക്ക് ഷെയർ ചെയ്യണം. അതേപോലെ അവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം നമ്മുടെ ചാനൽ. എങ്കിൽ ഇതുപോലെ നിറയെ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നിറയെ വീഡിയോസ് ഇനി ചെയ്യും. കുറേ ഉണ്ട്. നെയിൽ ക്രോക്കഡൈലാണ് കണ്ട. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് അപ്പോൾ എന്തോന്നോടാ മഷ. താണ്ടല്ലേ നീന്തി പോകുന്നുണ്ട. അത് ഉയരോട്ട് കയറുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്ക് നോക്കാം. ഒരു 2 മിനിറ്റ് വേണ്ട, ഒരു 10 സെക്കൻഡ് ഇവിടെ നിന്ന് നോക്കാം. ഇല്ല ആശാൻ ഹോൾഡായി. അപ്പോൾ നമുക്ക് അടുത്തിട്ട് നമുക്ക് മൂവാം. വെസ്റ്റ് ആഫ്രിക്കൻ ക്രോക്കഡൈലും ഡ്വാർഫ് ക്രോക്കഡൈൽ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ കാണാനില്ല. കൈമൻ. പക്ഷേ 2 ഇവിടെ കാണാനില്ല. അതിൻ്റെ ബാക്കിലായിട്ട് കാണാം. നമുക്കിനി അടുത്ത് ബോർഡ് അപ്പുറത്താണ്. ഇവിടെ അതാ കിടക്കുന്ന ഒരെണ്ണം. കിരി ജസ്റ്റ് മിസ് പുള്ളി പോയി. അതാ ഒരാൾ കിടക്കുന്നുണ്ട്. ഡിഫറെൻ്റ് ആണ്. കുറച്ച് വൈറ്റും ബ്ലാക്കും മിക്സ്ഡ് ആണ്. പക്ഷേ ഹെഡ് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി കറങ്ങി നോക്കാം വേറെ ഉണ്ടാകും. സാൾട്ട് വാട്ടർ ക്രോക്കഡൈലാണ്. ഉപ്പ് വെള്ളത്തിലുള്ള മുതല. ഇതാ കിടക്കുന്നു. അതാണ് മറ്റേ നെയിലുള്ള എന്റെ ചുണ്ട് കണ്ടോ നീളത്തിരിക്കുന്നത്. കണ്ടില്ലേ? കിട്ടി. അപ്പൊ ഇത് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു മുള കൊണ്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് ഒരു പീസ് ഓഫ് മൈൻഡ്. അതായത് നമ്മള് ഒരു കുറച്ച് വാക്കിംഗ് വന്ന കുറച്ച് റിലാക്സ് ആവാൻ പറ്റിയ സ്ഥലമാണ് രാവിലെ വന്ന്. നിറയെ അപ്പൂപ്പന്മാരൊക്കെ റിട്ടയർഡ് ആയവരൊക്കെ സൈക്കിൾ എടുത്തിട്ട് രാവിലെ ഇവിടെ കൂടെ പോകുന്നുണ്ട്. അടുത്തത് എന്തോന്ന് വെച്ചിട്ടുണ്ട്, വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പെക്ടാക്കിൾഡ് കെയ്മൻ ക്രോക്കഡൈൽ. അതാ കിടക്കുന്നത്. പക്ഷെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. അതാണ് ഇങ്ങനെ 5 മിനിറ്റ് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കൊറോണ ഒന്നല്ല, ഇത് മറ്റേ എയർഫോഴ്സിന്റെ ഒക്കെ നേവിയുടെ ഒക്കെ ഫ്ലൈറ്റ് ആണിത്. അടുത്തൊരാൾ. പക്ഷെ ഇതിനൊന്നും ഫുഡ് ഫീഡ് ചെയ്യാൻ പാടില്ലെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. യമണ്ട സാധനം തന്നെ ഗൈസ്. ഇതിന്റെ വായിലൊക്കെ നമ്മൾ പെട്ട് കഴിഞ്ഞാലുള്ള ശ്രുതിയെ. ഇതിന്റെ ഫോട്ടോസ് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ടാവും. അതൊന്ന് ഫോളോ ചെയ്ത് അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിന്റെ പല്ല് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ശരി, നമുക്ക് ഇനി അടുത്തലോട്ട് പോവാം. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് പിടുത്തം കിട്ടി കാണും. സ്നേക്ക് പാർക്ക്. ഇന്ത്യൻ റോക്ക് പൈത്തോൺ അതാ കിടക്കുന്നു. അതിന്റെ ഹെഡ് കാണിച്ചു തരാം. ഇതാണ്
രക്ഷയില്ല ഗൈസ്. പന്ത് മലൈപ്പാമ്പ് വാൾ ബൈത്തോൺ ഇതാ കിടക്കുന്നു. ഇതാ കണ്ടില്ലേ, ഇതാണ് പുള്ളി. റെറ്റിക്കുലേറ്റഡ് പൈത്തോൺ ആണ്. ഇതാ കണ്ടില്ലേ, അതും എന്താ കിടക്കുന്നു ശരിക്കും. അതാ 3-4 കിടപ്പുണ്ട്. ഇതാ കിടപ്പുണ്ട് ചുരുണ്ടിരിക്കുന്നത്. ഗ്രീൻ വൈൻ പച്ചപ്പാമ്പ്. അതായിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ശബരിമല പോകുമ്പോ കാണാൻ പറ്റും. ഇത് പച്ച കളറില് കണ്ടില്ലേ. കിങ് കോബ്ര. കിങ് കോബ്ര അല്ല, ഇന്ത്യൻ കോബ്ര. ഇതാണ്ടില്ലേ, അതിന്റെ അകത്തിരുന്ന് തലപ്പൊക്കുന്നുണ്ടോ? അതാ അതിന്റെ അകത്തിരിക്കുന്നത്. അതേപോലെ ആ പോട്ടിന്റെ അകത്തിരിക്കുന്നത് അതാണ്ടല്ലേ ഇന്ത്യൻ കോബ്ര. സാൻ ബോയ ഇതാ ഇതിന്റെ അകത്ത് കിടക്കുന്നുണ്ടാ, അതിന്റെ അകത്ത് കിടക്കുന്നു. റസൽസ് വൈപ്പർ ഇതാ കിടക്കുന്നുണ്ടാ. ഒരു രക്ഷയില്ല സാധനം, കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ഇതാണ്ടില്ലേ കൃഷ്ണനെ കൊണ്ടുപോയ ആ സ്റ്റാച്ചു. சார் ஒன்றுமே இல்லையா சார் இதுக்குள்ள? காணும் சார். என்ன சார் இது? இதுவா? ഓ ഗൈസ്, ഇതാ നമ്മളിത് കാണുന്ന വന്ന് അനകോണ്ടയുടെ കുട്ടിയാണ്. 6 മാസത്തെ കുട്ടിയാണ് കേട്ടാ. അടിപൊളി. ഇവിടെ ഉണ്ട്, പക്ഷേ അവരെല്ലാം എന്താ ഉയരെയാണ് കിടക്കുന്നത്. ഇതാ കിടക്കുന്നുണ്ടാ, പക്ഷേ ഫോണിൽ ക്ലിയർ ആയിട്ട് സൂം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരെണ്ണം കാണിച്ചു തരാം. വെള്ളത്തിൽ ഒരെണ്ണം കടന്ന് അതിന് നമ്മൾ കാണിച്ചു തന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു അനകോണ്ട കാണുന്നത്. അതാ കണ്ട അനകോണ്ടയുടെ കുട്ടി, 6 മാസത്തെ കുട്ടിയാണ്. അപ്പൊ നമുക്ക് അടുത്തവരോട്ട് പോവാം. ഇവിടെ മൊത്തത്തിൽ ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ മുതലയ്ക്കും പാമ്പുകൾക്കും ഉള്ളതാണ്. അപ്പം ഇവിടെ ഏതോ ഒരു സ്നേക്ക് ഹൗസ് ഉണ്ട്. കണ്ടില്ലേ, മണ്ണി കിടക്കുകയാണ്. കുറച്ച് സൂം ചെയ്യാൻ നോക്കാം. കിട്ടി. സ്നേക്ക് ഹൗസ് വേറെ ഇല്ല, ഒരെണ്ണം തന്നെ. വെയിൽ കൊള്ളാൻ വേണ്ടി ഒന്ന് കിടക്കുകയാണ്. അവിടെ തലയും തൂക്കി വെച്ചിട്ടിരിക്കുകയാണ്. അവിടെ തല തൂക്കുന്നുണ്ടോ? അതാ ഓടി 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 ഓടി. അങ്ങനെ ഈ ട്രെയിൻ പോകുന്നുണ്ട്. വേണോ പോകുന്നു മരത്തിൽ കയറുന്നുണ്ടോ? അതാ കയറുന്നുണ്ടോ? അതാ കയറി നീ നെറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ അടുത്ത് വരും. അതിനുമ്പോ നമുക്ക് പോവാം. അതാ വന്ന് ചാടി. ഇതിന്റെ പേര് റെഡ് ഇയർ ടർട്ടിൽ. അതായത് കാതില് ചുവപ്പ് കളറാണായിരിക്കും. അല്ല, ചുവത്ത കാതാ ആയിരിക്കും. ചുവപ്പൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് പോവാം. ഫ്ലാപ്പ് ഷീൽഡ് ടർട്ടിൽ ഇവിടെ കുറേ കിടക്കുന്നുണ്ടോ? കടലാമ കാണാൻ പറ്റും. നോക്കാം. ഇതാ കുറേ കിടക്കും. അത് തന്നെ. ഇത് സ്റ്റാർ നക്ഷത്ര ആമ. ഇന്ത്യൻ പോണ്ട്, നമ്മളെ കുളത്താമ. നമ്മളെ പയ്യന്മാർ ഇത് ചൂണ്ടയിട്ട് പിടിച്ച് ഇറച്ചിയാക്കുന്ന സാധനമാണ്. ഇതാണ് വേടന്താങ്കൽ ബേർഡ്സ്. ഇതാണ്ടില്ലേ കൊക്കിരിക്കുന്നുണ്ടാ. കൊക്ക് മാത്രമല്ല, നീണ്ട് ചുണ്ടുള്ള സാധനമൊക്കെ അവിടെ ഒത്തിരിപ്പുണ്ട്. അത് വന്ന് കറങ്ങി നോക്കാൻ പറ്റും. നോക്കാം. അപ്പോൾ കുറേ പേര് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് സൈലൻ്റ് എടുക്കാം, ഇല്ലെങ്കിൽ അവർ പറഞ്ഞു പോകും. എല്ലാ ടൈപ്പ് ബേർഡ്സിന്റെ തൊണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ദൂരെ ശരിക്കും അതാണ്ട മറ്റേ പില്ലറിലൊക്കെ ഇരിക്കുന്നു ശരിക്കും. പിന്നെയും കുറേ ബാറ്റ്സ് ഒറ്റക്കല്ല് നിൽക്കുന്നുണ്ട. കണ്ട താറാവ് അങ്ങ് നീന്തുന്നു. എവിടെ നിന്ന് കുറെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള ബേർഡ്സ് ഒക്കെ അവരിവിടെ ഇട്ടിട്ടുണ്ട്. അവർ കുറേ ബാറ്റ്സിനെ കലന്ന് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇന്നെ അതാണെന്ന് എടുത്തൊന്നും പറയാൻ പറ്റില്ല. കൈസാണ്ടില്ലേ ലിയോപ്പേഡ്. നമുക്ക് സൈലന്റ് പോവാം. ഒരെണ്ണം അടുത്ത് ഇവിടെ കിടക്കുകയാണ്.
ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. 2 നെറ്റ് ഉള്ളതുകൊണ്ട് വേണ്ട അത് പുള്ളി കുറച്ച് വീര്യം കൂടിയതും കുറഞ്ഞതൊക്കെ നെറ്റിയാണ്. അത് ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇത്തിരി വരെയാണ്. കണ്ടോ അത് വായ കാണിക്കാനുള്ള അത് നമ്മളടുത്ത് വരെയാണ്. അവൻ കഴിക്കാൻ തൊട്ടടുത്ത് ഇതാണ്ടില്ലേ അത് പോവും. കണ്ട വാ തുറക്കുന്നുണ്ട. അതിന് വിശന്നാലത് വാ തുറക്കും. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇതാ കണ്ടില്ലേ പോവാം. ടൈഗർ എന്നൊരു കൊച്ചു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ടൈഗർ കാണാൻ പോകുന്നു. അതാണ്ട് ആ കൊച്ചാണെന്ന് വിളിക്കുന്നത്. കണ്ട അതാ നിൽക്കുന്നു ഗൈസ്. റോയൽ ബംഗാൾ ടൈഗർ. അതാ പറഞ്ഞണ്ട. കണ്ട ഇപ്പൊ അടുത്ത് വന്നിട്ട് വാ എന്നൊരു സൗണ്ട് എടുക്കാനെങ്കിൽ ഇതാണ്ട ഇതും കണ്ട ഇവരും വേണ്ട വൈറ്റും അപ്പോ അത് രാഹുലിനെ നോക്കിയാണ്. അടിപൊളി ഫസ്റ്റ് ടൈമാണ്. ടൈഗറിന് ബാക്കി 2 അവിടെ കിടന്ന് കറങ്ങുമ്പം ഇത് മാത്രം ഇവിടെ എത്തി നോക്കിയാണ്. അവിടെ ഒരു വൈറ്റ് ടൈഗർ ഉണ്ട്. കണ്ട കണ്ടില്ലേ ഒരാൾ വെള്ളത്തിന്റെ അതിന്റെ തലയിട്ട് നോക്കുന്നു. അകത്തൊന്നും നടക്കുന്നു. ഇതാ പറഞ്ഞു അപ്പുറത്ത് എത്തി നോക്കിയ ആളത് അപ്പുറത്തെത്തി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു വൈറ്റ് ടൈഗർ കാണുന്നത്. നീ അടാലയാ? സാധാ ടൈഗർ കണ്ടിട്ടുണ്ട്. അത് നമ്മള് 4th സ്റ്റാൻഡേർഡിലൊക്കെ ടൂർ പോയപ്പോൾ കണ്ട്. ഇതാ വെള്ളം അവിടെ വരച്ച് പുലി വേണണ്ട അതാ കറങ്ങി നിൽക്കുന്നുണ്ട്. വൈറ്റ് ടൈഗർ മരത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അതാ പോന്നു. കുറച്ച് വലുതാണല്ലേ അളിയാ? ഇതാ കണ്ടില്ലേ കൊക്കെ ഒരു കാട്ട് കഴുത നിൽക്കുന്നുണ്ടോ? അങ്ങ് നിൽക്കുകയാണ്. കഴുത കമാനാണ്ടാ പുള്ളിമാൻ. അടിപൊളി ആണ്ട തീറ്റ കഴിക്കാണ്. അതിന്റെ കൊമ്പ് കാണാൻ നല്ല രസമുണ്ടല്ലോ അളയാ. സൂപ്പർ. അതിനെ കഴിച്ച ശേഷം നമ്മളെയാണ് നോക്കുന്നത്. ഇത് ഓപ്പണിലാണ് നിൽക്കുന്നത്. ഇവിടെ കണ്ട ഇതില്ല, ഓപ്പണാണ്. കണ്ട എന്തോ ചീറ്റണ സൗണ്ട് കേൾക്കാണ് അവിടെ. നോക്കാം. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പരന്ന് ഒന്നും മനസ്സിലാവില്ല. എങ്ങോട്ട് പോണം, എവിടെ കൂടെ പോയിട്ട്. നമ്മള് കൊറേയൊക്കെ പക്ഷെ ഫുള്ളാവൊന്നും പറ്റും തോന്നില്ല. നോക്കാം. പക്ഷെ വീഡിയോ ലെങ്ത് കാണും, നല്ല ലെങ്ത് കാണും. സ്കിപ്പ് ചെയ്യാതെ കാണണം, അടിപൊളിയായിരിക്കും. അതെ, ബാറ്റ്സ് ആനിമൽസ് ഒക്കെ ഇഷ്ടമുള്ളവര് കാണും, സ്കിപ്പ് ചെയ്യാതെ കാണും എന്ന പ്രതീക്ഷ. നമ്മള് വൂൾഫിന്റെ അടുത്ത് വന്നു. നായി ആശാമാർ ഇഷ്ടം പോലെ അവിടെ നിൽക്കുകയാണ്. വരുമ്പോ നോക്കിയാണ് അങ്ങനെ. അതെ, നമ്മളെ നാടൻ പട്ടിയെ കാണുമ്പോൾ അതാണ്ടില്ലേ, നമ്മളെ കണ്ട ഉടനെ എത്തിച്ചാടി വരാൻ പറ്റുമോടി? ഇല്ല, വെള്ളമുണ്ട് അവിടെ. നിങ്ങൾ ചാടൂലേ? അണ്ണാനാണ്. വേണ്ട, എന്റെ കൂടെ അവിടെയാണ്. ഒരു സെറ്റ് തുറന്നു വിട്ടിട്ടുണ്ട്. കഴുതപ്പുലി
അവിടെ കിടന്നടി വെക്കാണ്. നമുക്ക് അപ്പുറത്തെ സൈഡൊന്നും ഇപ്പുറത്തെ സൈഡൊന്നും രണ്ടിനും കൂടെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല. ഇതാ കാണാൻ പറ്റുന്ന കഴുതപ്പുലി. ഇതാ ഇങ്ങോട്ട് വരണണ്ട. അതാ വരുന്ന അവിടെ നിന്ന് അവിടെ ഇതും അപ്പുറത്തുള്ള ആ ഇതും കൂടെ അടിയൊക്കെയാണ്. ഇതാണ്ടില്ലേ ഇതാണ്ട കരടിയെ കാണാനെത്തി. അങ്ങ് നിൽക്കുകയാണ്. ചെറുത് കുട്ടികൾ അല്ല കുറച്ച് സുമ ചെയ്ത് ഇതാണ്ടല്ലേ ഫേസിൽ വൈറ്റ് കളർ ഉണ്ട് അതിന്. ഓക്കെ പോവാ കിടന്ന ഫ്രണ്ട്സ്. ഇതാണ് ബംഗാൾ ടൈഗർ. നമ്മൾ ഇതിനു മുമ്പേ കണ്ടത് റോയൽ ബംഗാൾ ടൈഗറാണ്. ഇത് ബംഗാൾ ടൈഗർ. ഇതാ കണ്ടില്ലേ, ഇതാ പോകുന്നുണ്ട. ഇവിടെ ഉറക്കം നമുക്ക് നോക്കാം. ഇതാണ്ടില്ലേ നല്ല ഉറക്കമാണ്. അങ്ങ് ഒരു വൈറ്റ് ടൈഗർ ഇരിക്കുന്നത്. ഇതാണ് വണ്ടി. ഈ വണ്ടിയും നമുക്കൊന്ന് കാണാം. നിറയെ പേര് ആ വണ്ടിയാണ് കയറിക്കിറങ്ങാൻ പോണത്. ഇതാണ് സാമ്പർ. തമിഴിൽ മിള എന്ന് പറയുന്ന ഐറ്റമാണ്. ഇതാ കാണുന്നത്. മൊത്തത്തിൽ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് ആ സൗണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാണ്ടില്ലേ നോക്കുന്നാട്ടാ. അപ്പം മിളാക്കണ്ടല്ല. നമുക്കിനി ഇവിടെ നിന്നും കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പോവാം. ചിങ്കം, രാജാവ് എല്ലാം കിടന്ന് ഉറക്കമാണ്. കാണാൻ പറ്റില്ല. അങ്ങ് ദൂരെ കിടക്കുന്നുണ്ട്. കാണാൻ പറ്റില്ല. ശരി, അപ്പൊ നമുക്കിനി വിടാം. ഇതിന്റെ നീർനായ എന്നാണ് തമിഴിൽ എഴുതിയിരുന്നത്. മലയാളത്തിൽ വെള്ളത്തിലുള്ള സാധനമാണ്. ചാടിയാണ്ടില്ലേ. ഇതാണ് ബാഹുബലിയിൽ മറ്റേ വില്ലൻ തലക്കടിച്ച് കൊല്ലുന്ന സാധനം. ഇതാണ് കാട്ടെരുമ. കണ്ടില്ലേ, കുറച്ച് നിരന്നങ്ങ് നിൽക്കുകയാണ്. എന്താ ഇപ്പുറത്തുണ്ട്. മൊത്തത്തിൽ ഇതവരെ സാമ്രാജ്യമാണ്. ഇമു കോഴി. ഇമു അസൽ ഓസ്ട്രിച്ച് പോലത്തെ സാധനമാണ്. ഇതിൻ്റെ മുട്ടയൊക്കെ നല്ല വലിയ വലിപ്പമുള്ളതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത് ഇതിലോട്ട് പോകാം. ഉണ്ടല്ലോ കേസോവരി അതെന്ന് പറയുന്ന ഒരു കോഴിയാണ്. ഇത് ഓസ്ട്രിച്ച് അതിൻ്റെ ഇത് പെട്ടത് തന്നെ അല്ലേ. കേസോവരി. അതിൻ്റെ ഇപ്പുറത്ത് വരുമ്പം നാര. അതിൻ്റെ കഴുത്തിൽ എന്തോ തൂങ്ങിയിരിപ്പാണ്. നമുക്ക് നോക്കാം. ഉണ്ടല്ലോ നാര. പിന്നെ ഇവിടെ കുറേ താറാക്കൾ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നേരെ അന്നമാണിത്. റിയ. ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതാണ്ടില്ലേ ചെറിയ മാനുകൾ. കണ്ട ചെറുതാണ് കാണാൻ, കന്നുകുട്ടി പോലെ ഇരിക്കുന്നില്ലേ. കൊമ്പ് വലുതാണ്. അവിടെ ഫുഡ് കഴിക്കാണ്. കേട്ടാ അപ്പൊ ഇനിയും കാണാം. നോക്കാം ഗൈസ്. കുറെ ബാറ്റ്സിന് കോക്ടെയിൽ അങ്ങറ്റ ഇരിക്കുന്നുണ്ടോ. ക്ലിയർ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ വന്ന് കാണും. വേറെ ലെവലാണ്. രാവിലെ 7 അങ്ങനെ വരുമ്പോ സൾഫർ ക്രസ്റ്റഡ് കോക്ടോ കണ്ടില്ലേ താകത്തിരിക്കുന്നു. ആ കൂടിന്റെ പേര് ഇരിക്കുന്നുണ്ടോ. ഫ്രണ്ട്സ് ഇതാണ് മക്കാവു. കണ്ടില്ലേ ഹാർലിക്വിൻ മക്കാവു. അതാണ് ഈ ആള്.
ഫ്രണ്ട്സ് ഇതിന്റെ പേര് സാറസ് ക്രെയിൻ. ബഡ്ഗിരികർ ഞാൻ എഴുതുന്നത് ബഡ്ഗിരി കാതൽ പറവൈ ലവ് ബേർഡ്സ്. അവിടെ വരുമ്പോ നമ്മളെ ആ എന്തൊരു കെറ്റോ നമ്മളെ സാധാ ഭാഷയിൽ പറഞ്ഞ തത്തമ്മ. അടുത്തൊരു ഐറ്റം കിളി. വാല് നീളം കണ്ട. ആ റെഡാണ്, കളറാണ്. ജാവാ സ്പാരോ. അതിന്റെ ഇരിപ്പുണ്ട്. അതാ കണ്ട. ഇതാ വന്നു. അപ്പം അടുത്തത് ബ്ലോസം ഹെഡഡ് പാരക്കറ്റ്. നമ്മളെ സ്കൂളിൽ നിന്ന് പഠിച്ച് പാരറ്റ്. പ്രാവാണോ ഇത്? പ്രാവ ഇത്രയും ചെറുതായിരിക്കുന്നത്. നമ്മളെ പ്രാവ് ഉണ്ടല്ലേ, വൈറ്റ് ഡവ്. പീക്കോക്ക് പോലത്തെ സംഭവമാണ്. ഇല്ല, ഇതിന് കാട്ടുകോഴിയാണ്. പീക്കോക്കിനെ പോലെ ഇരിക്കണം കഴുത്തിന്റെ അവിടെ കളർ. അടുത്തത് ഗോൾഡൻ ഫേസന്റ്. കാണാമല്ലോ ഇവിടെ എവിടെയോ ഇരുന്ന സൗണ്ട് ഇവിടെയാണ്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ലേഡി ആംഹേഴ്സ്റ്റ് ഫേസന്റ്. അതാണ്ട വേണ്ട. നമ്മൾ സൂം ചെയ്താൽ കിട്ടുന്നില്ല. ഇതാണ്ടല്ലേ ഇതാ വൈറ്റ് പീകോക്ക്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. നീ ആളാ? ഫസ്റ്റ് ടൈം വൈറ്റ് പീകോക്ക്. പീ ഫൗൾ എന്നാണ് ഇരിക്കുന്നത്. പക്ഷെ അത് ഒരു മയില് കണ്ട, വെള്ളയും മയിൽ. താഴെ പീ ഫൗൾ നെറ്റിക്കുന്നു. കണ്ടത് ഒരാളിരിപ്പുണ്ട. അതേപോലെ എവിടെ ഇവർ വന്ന് ടഫ്റ്റഡ് ഗ്രേ ലാങ്കോ, സാമ്പൽ നിറക്കുരങ്ക്, തെന്നിന്ത്യ സാമ്പൽ നിറക്കുരങ്ക്. നമ്മൾ നേരെ ഇപ്പുറത്ത് വരണം. അടി വയ്ക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്ക്. ഗേറ്റ് തന്നെ കാണണ്ട, ബട്ടർഫ്ലൈ തന്നെ. അപ്പൊ നമുക്ക് ഞാത്ത് പോയി നോക്കാം. കുറച്ച് ബട്ടർഫ്ലൈ കാണാം. ബട്ടർഫ്ലൈ കയറാൻ പറ്റൂല, സോറി. ക്ലോസ്ഡ് ആണ്. ആ ഒന്ന് തന്നെ ഇവിടെ എവിടെ പറക്കാണ്. അതാണ്ട ആ കാണിച്ചെന്നേ. അപ്പോൾ നമുക്ക് അവിടെയും പറക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്നും എക്സിറ്റ് ആവാം അല്ലേ. ഇതാണ് ഫോറസ്റ്റ് മ്യൂസിയം. അതിൻ്റെ ഓരോ ലീഫും അവർ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് ഉണക്കി, അതിനെക്കുറിച്ചൊക്കെ എഴുതി. അതേപോലെ ഇവിടെ വരുമ്പം ബട്ടർഫ്ലൈസ് എല്ലാ ഐറ്റവും ഇതാണല്ലേ, ഓരോ വെറൈറ്റി ആയ ബട്ടർഫ്ലൈസ്. ഇൻസെക്ട്സ് കണ്ടില്ലേ, കാക്രോച്ച് എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റവും ഇതായി ഇതിൻ്റെ അകത്തുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ വണ്ടലൂർ സൂ മൊത്തവും കണ്ട് എക്സിറ്റ് അടിക്കാൻ പോവാണ്. പിന്നെ വയ്യ, എത്ര മണിയാ?
12 പോകും. 12 മണി. ഇനി ഒരു 5 മിനിറ്റോടായ, അതായത് നമ്മൾ മെയിൻ എൻട്രൻസിൽ പോകുമ്പം 5 മിനിറ്റ് കറക്റ്റ് 12 മണി. നമ്മൾ 9 മണിക്ക് കയറി 3 മണിക്കൂർ എന്റെ അകത്ത് കിടന്ന് കറങ്ങി. അപ്പോ നടന്ന് കാലൊക്കെ ഒരു പരിപാടി. വെള്ളം തായിക്കും. കയ്യിൽ ആദ്യമേ നമ്മൾ ക്യാൻറ്റീൻ കാണും, കണ്ടിരിക്കും വീഡിയോയിൽ. നമ്മളതിനെ വേണ്ടെന്ന് പറഞ്ഞ് തിരികെ വന്നതാണ്. കണ്ടപ്പോൾ നമുക്ക് വാങ്ങാണ്ടായിരുന്നു. വരുമ്പോൾ ഇവിടെ ഒരു ഫൗണ്ടൈൻ നമ്മൾ പോയപ്പോൾ ഇത് ഓണായില്ല, വന്നപ്പം തിരിച്ച് ഓണായിരിക്കും അല്ലേ? നമ്മളെ പുറത്തിറങ്ങി എല്ലാം കറങ്ങി കണ്ട്, സത്യം പറഞ്ഞാൽ പോകുമ്പോഴേ ഈ സാധനം കയറുമ്പോഴേ വാങ്ങിയിട്ട് പോകണം. എന്നുവെച്ചാൽ നടക്കുന്നു പോകണവർക്ക്, മെയിനായിട്ട് നടന്നു പോകുന്നവർക്ക് ഇത് ആവശ്യപ്പെടും. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളമില്ലായിരുന്നു, ഇറങ്ങിയപ്പോഴാണ് വന്നത്. ഓപ്പൺ ആയ ഉടനെ നമ്മൾ അകത്ത് കയറി. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം 12:30 ആയി. നമ്മൾ 12 മണിക്ക് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞാൽ 12:30 ആയി. അപ്പോൾ ഈ വീഡിയോയുടെ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ചെന്നൈ വീഡിയോ ചെയ്യുന്നില്ല, ഇനി വീഡിയോസ് ഉണ്ട്. അപ്പോൾ ചെന്നൈയിലുള്ള 4ാമത്തെ വീഡിയോ ആണിത്. 4ാമത്തെ വീഡിയോ വൈൻഡപ്പാണ്. 5ാമത്തെ വീഡിയോ ഒരു ഇടയ്ക്ക് ഫുഡ് വീഡിയോസ് ഒന്നും. അപ്പോൾ 5ാമത്തെ വീഡിയോ വൈൻഡപ്പാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും. സൈനിങ് ഓഫ് ബൈ രാഹുൽ ആൻഡ് അഭിജിത്ത്. നമ്മൾ ബൈ.